ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഈ പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ എറണാകുളം അങ്കമാലിയിലാണ്. ഈ പ്രൊജക്റ്റിൻ്റെ പ്ലാനിങ് ആൻഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്ലാസിക് ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ അറൌണ്ട് 10,000 സ്ക്വയർ ഫീറ്റിലാണ്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വൈഡ് വരാന്ത, ഗസ്റ്റ് ലിവിംഗ്, ഫാമിലി ലിവിംഗ് കൊടുത്തിരിക്കുന്നത് ട്രിപ്പിൾ ഹൈറ്റിലാണ്. 2 bedroom വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ലിഫ്റ്റ് റൂം കൊടുത്തിട്ടുണ്ട്. ദെൻ വൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് റൂം, ഷോ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, യൂട്ടിലിറ്റി ഏരിയ, അതുപോലെ തന്നെ മെയ്ഡ് റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ സ്പേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വൈഡ് അപ്പർ ലിവിംഗ് കം ഫാമിലി ലിവിംഗ്, ജിം റൂം, വൈഡ് ആയിട്ടുള്ള ഹോം തിയേറ്റർ, അതുപോലെ 2 bedroom വിത്ത് അറ്റാച്ച്ഡ് ബാൽക്കണി പോർഷൻ. ട്രിപ്പിൾ ഹൈറ്റിലാണ് ഫാമിലി ലിവിംഗ്, ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫാമിലി ലിവിംഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഡബിൾ ഹൈറ്റിലാണ് ഗസ്റ്റ് ലിവിംഗ് കൊടുത്തിരിക്കുന്നത്. ഈ ഫാമിലി ലിവിങ്ങിൻ്റെ മേലെയായിട്ടാണ് ഡോം കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഡോമിൻ്റെ കൺസ്ട്രക്ഷനിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഡോമിൻ്റെ ഡയ. ഇവിടെ കൊടുത്തിരിക്കുന്നത് 6 meter ആണ്. അതേപോലെ തന്നെ അതിൻ്റെ സ്പേസിങ്, സ്റ്റീലിൻ്റെ സ്പേസിങ് ഇവിടെ ചെയ്തിരിക്കുന്നത് 15 cm × 15 cm, 10 ഡയ സ്റ്റീൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മെയിനായിട്ട് ഇതിൻ്റെ ബെൻഡിങ് ആണ്. അപ്പോൾ ബെൻഡിങ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് MS-ൻ്റെ റോഡ് വെച്ച് ബെൻഡ് ചെയ്ത്, അതേപോലെ തന്നെ പ്ലൈവുഡ് 8 mm പ്ലൈവുഡിൻ്റെ ഷീറ്റിലാണ് നമ്മളിത് കേർവ് ചെയ്തെടുത്തിരിക്കുന്നത്. ആ കേർവ് ചെയ്തെടുത്തുള്ള പ്ലൈവുഡിൻ്റെ ഷീറ്റിൻ്റെ മേലെയാണ് ഇതേപോലെ സ്റ്റീൽ ബാർസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഡോമിൻ്റെ പെഡസ്റ്റൽ എന്ന് പറയുന്ന പെഡസ്റ്റൽ ബീമാണിത്. അപ്പോൾ ബീം നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 10 cm ഹൈറ്റ് കൂട്ടിയിട്ടിട്ടാണ് ഇവിടെ ബീം കോൺക്രീറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബീമെന്ന് വരുന്നുള്ള ഈ ഒരു സ്റ്റീലും ഈ ഒരു സ്പൈഡർ വെബ് പോലെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡോമിൻ്റെ സ്റ്റീലും തമ്മിൽ കറക്റ്റായിട്ട് ബെൻഡ് ചെയ്ത് അത് നന്നായിട്ട് ടൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തത് കൊണ്ട് ത്രൂ ഔട്ട് വരുന്ന സ്റ്റീലെല്ലാം കറക്റ്റായിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഡോമിൻ്റെ കോൺക്രീറ്റിങ്ങിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രൈ വാൾ കോൺക്രീറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഡ്രൈ വാൾ കോൺക്രീറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈനർ മിക്സിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. M25 ചെയ്തിരിക്കുന്നത്. വെള്ളം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഡ്രൈ വാൾ കൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷം മേലെ എത്തുമ്പോൾ നമുക്ക് നോർമൽ RCC കോൺക്രീറ്റ് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ കോൺക്രീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് പ്ലാസ്റ്ററിംഗ് ചെയ്ത് എൻഡ് ചെയ്യലാണ് പതിവ്. നമുക്ക് മെഷ് ഇൻറ്റേർണലിയും അതേപോലെ തന്നെ ഔട്ട്സൈഡിലും അപ്ലൈ ചെയ്യാൻ പറ്റും.